ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഒരു മുയൽക്കുട്ടിയെ കൂട്ടിലാക്കാൻ പറഞ്ഞിരുന്നു. എന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അതൊരു സാധാരണ മുയൽക്കുട്ടിയൊന്നും അല്ലല്ലോ, കുറച്ച് വീര്യം കൂടിയ മുയൽക്കുട്ടിയല്ലേ. അതുകൊണ്ട് ഞാനൊരു ഇരുമ്പ് കൂടാ പണിയാൻ പറഞ്ഞിരിക്കുന്നേ. എത്ര ഇരുമ്പ് കൂടാണെങ്കിലും അവളുടെ സമയം വെച്ച് അതും പൊട്ടിക്കാനാ സാധ്യത. ഐശ്വര്യമായിട്ട് അടിയിൽ തന്നെ തുടങ്ങേണ്ടി വരുന്ന തോന്നണേ. ഇവന്മാരുടെ നിപ്പും ഭാവം കണ്ടിട്ട് എന്റെ കൈ തരിച്ചിട്ട് പാടില്ല. എന്താടപ്പ ചെയ്യാ? ആശാനെ, ആശാൻ ഇപ്പൊ നമ്മുടെ പഴയ ആശാനായിട്ട് മാറിയിട്ടുണ്ട്. 4 പേരല്ല 40 പേര് വന്നാലും നമ്മൾ ഇവിടെ നിന്ന് അടിച്ചിട്ടിട്ട് പോവുകയും ചെയ്യും. എന്റെ ആശാന്റെ മനോധർമ്മം പോലെ അങ്ങ് ചെയ്. ഈശ്വരന്റെ അരുളിപ്പാട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തടുക്കാൻ പറ്റുവാടാ. പിന്നെ അത് വരണോമാരുടെ വിധി. പിന്നെ അല്ലാതെ. എങ്കി വാടാ. എന്റെ ആശാനെ, ഈ ഭൂമിയിൽ ജനിച്ചു പോയില്ലേ? അപ്പൊ എന്തെങ്കിലും പണിയെടുത്താലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. നിന്റെ സംസാരത്തിലെ കുറച്ച് അഹങ്കാരം ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നെ പൊതുവെ അഹങ്കാരികളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അഹങ്കാരികളെ അല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ നേർക്കെ നിന്ന് ചോദിക്കുന്ന ഒരാളെയും നിങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറ. സുബൈർക്ക, ഞങ്ങളെ ഒതുക്കാൻ വേണ്ടി നിങ്ങളെന്താ പുറത്തുനിന്ന് ആളിനെ ഇറക്കിയിരിക്കുകയാണോ? ഇവന്റെ സംസാരം കണ്ടിട്ട് അങ്ങനെ ഒരു സംശയം മണക്കുന്നുണ്ടല്ലോ. അയ്യോ തങ്കച്ചൻ അത് തോന്നുന്നതാ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ചോരത്തിളപ്പിനൊന്നും ഒരു കുറവും വരില്ലല്ലോ. അതിൻ്റെതാ ചോദ്യവും പറച്ചിലും ഒക്കെ. അത് കാര്യമാക്കണ്ട. ഞാൻ കാര്യമാക്കുന്നില്ല, പക്ഷേ ഇത് കാര്യമാകരുത്. ആയ സുബൈർക്ക, നിങ്ങൾക്കാ നാണക്കേട്. അല്ല, നീ ആരുടെ ഗുണ്ടയോ? ഇതേ തങ്കച്ചൻ വാരനാട്. ആദ്യം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കും, ഇല്ലേ കൊട്ടൈ വാരിക്കൊണ്ടുപോകും എന്നൊരു നാട്ടുപറച്ചിലുണ്ട് എന്നെ കുറിച്ച് പൊതുവെ. അത് നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ഈ നാട്ടിൽ എന്നെ കുറിച്ചുണ്ട് ചില നാട്ടുവർത്താനങ്ങളെ. പക്ഷെ ഇതുപോലെ അതൊന്നും അങ്ങനെ പേരിന്റെ കൂടെ ചേർത്തൊന്നും പറയാറില്ല, അല്ലേ കമല? കാരണം ഞാനുമായിട്ട് മുട്ടിയോരൊന്നും മുട്ടു നിവർത്തി നടന്നിട്ടില്ല. ഈ കാൽപാദത്തിന്റെ പിന്നിലൊരു പണിയുണ്ട്. നാട്ടുഭാഷയിൽ കുതികാല് വെട്ടുക എന്ന് പറയും. എഴുന്നേറ്റ് നിൽക്കാനാവില്ല. ജീവിതകാലം മുഴുവൻ ഇഴഞ്ഞു നടക്കേണ്ടി വരും. അതായത് നേരെ നിന്ന് പിച്ച തെണ്ടാൻ പോലും പറ്റില്ല. അതില് മാസ്റ്റർ ഡിഗ്രി എടുത്തവനാടാ ഞാൻ. ഭീഷണിപ്പെടുത്തുന്നോ കയ്യൂക്കുള്ളവനെ? കയ്യൂക്കൊണ്ടെന്ന് സ്വയം അങ്ങ് പറഞ്ഞാ മതിയോടാ. നമുക്കെതിരെ നിൽക്കുന്നവന്റെ നേരെ നിന്ന് മുട്ടിയാലല്ലേ അതറിയാൻ പറ്റൂ. എന്നാ മുട്ടടാ, നിന്നെ തീർത്തിട്ട് തങ്കച്ചിനോടൊന്ന് പോകൂ. ഈ മുട്ടടാന്ന് പറയുമ്പോഴും നിന്റെ ചങ്ക് ഇങ്ങനെ പടപടാന്ന് മുട്ടുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഭയം, അത് നിന്റെ കണ്ണുകളിൽ കാണാനുണ്ട്. നീ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട. കാരണം നീ എന്റെ ഒരു അടുക്കിലടാ പഞ്ഞം. തങ്കച്ച വിട്, പറയുന്നത് കേൾക്ക്. മാറി നിൽക്കും. വിഷു മാറി നിൽക്കേ. നിങ്ങൾ പറഞ്ഞ കാശ് ഞാൻ തരും. വിഷ്ണു ലോറയും കൊണ്ട് പോട്ടെ. പക്ഷെ ഇവന്റെ അഹങ്കാരം. വിട്. സുബൈറൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ നീ എന്നെ എന്തു? എടാ കമല, ആശാനെ നമ്മുടെ ജീപ്പിന്റെ ചാവി കൊണ്ടുകൊണ്ടുവാ.
ഇതാശാനെ. സുബേർക്ക, ഇവിടെ കൊടുക്കുന്ന ഈ 50,000 രൂപയ്ക്ക് ഈടായിട്ട് എൻ്റെ ആ വണ്ടി എടുത്തോ. ദാ ഈ പണം തരുമ്പോ എനിക്ക് അവനെ തിരിച്ചു തന്നാ മതി. വിഷ്ണു, ഇവനപ്പ ചില്ലറക്കാരനല്ല, പിടിപ്പുള്ളവനാ. അപ്പോ ഇവനുള്ള പിടി മാറ്റി പിടിക്കേണ്ടി വരും. അതൊന്നും വേണ്ട വിഷ്ണു. വണ്ടിയൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. വേണ്ട സുബേർക്ക, ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ. ഈ കാശ് ഞാൻ ആറ്റിക്കളഞ്ഞതായിട്ട് കണക്കാക്കിക്കോളാം. ഇവനാണ് ആണ്. ഇവന്മാരെ പോലുള്ളവരെ ഒതുക്കാൻ ഇതുപോലുള്ള ഒറ്റക്കൊമ്പന്മാര് തന്നെ വേണം. വിഷ്ണു, നിന്റെ തുടക്കം ഗംഭീരമായടാ. സുബേരക്ക, അപ്പൊ നമുക്ക് കാണാം. കാണണം. വാടാ. എന്നാലും നമ്മുടെ വണ്ടി പണയം വെക്കേണ്ടിയിരുന്നില്ല ആശാനെ. എടാ, വേറെ നിവർത്തിയില്ലാതായി എന്താ ചെയ്യാ? ഇവിടെ വീട് നഷ്ടപ്പെട്ട അവസ്ഥയില. അപ്പോഴാ വണ്ടി. പറഞ്ഞ മോളെ, ഒരു മുയൽക്കുട്ടിയെ കൂട്ടിലാക്കാൻ പറഞ്ഞിരുന്നു. എന്തായിന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അതൊരു സാധാരണ മുയൽക്കുട്ടിയൊന്നും അല്ലല്ലോ. കുറച്ച് വീര്യം കൂടിയ മുയൽക്കുട്ടിയല്ലേ. അതുകൊണ്ട് ഞാനൊരു ഇരുമ്പ് കൂടാ പണിയാൻ പറഞ്ഞിരിക്കുന്നേ. എത്ര ഇരുമ്പ് കൂടാണെങ്കിലും അവളുടെ സമയം വെച്ച് അതും പൊട്ടിക്കാനാ സാധ്യത. അതുകൊണ്ടൊന്ന് അറിഞ്ഞു നിന്നോണം. എടീ, വല വയ്ക്കുന്നതും ഈ കെണിക്ക് ഒരുക്കം കൂട്ടുന്നതൊക്കെ ഈ ചന്ദ്രബോസ മോളെ.